പ്രിയം നിറഞ്ഞ KNCC ഗ്ലോബൽ കൂട്ടായ്മയിലെ നേതാക്കളെ, സഹപ്രവർത്തകരെ, ഈ പരിപാടിയുടെ അധ്യക്ഷനും എൻ്റെ പഴയ സുഹൃത്തും സഹപ്രവർത്തകനും പ്രൗഢോജ്വല വാഗ്മിയുമായ AK മുസ്തഫ, കൂടാതെ ഇവിടെ നമ്മോട് സംവാദിച്ച പ്രിയങ്കരനായിട്ടുള്ള ഉദ്ഘാടകൻ TPM ബഷീർ സാഹിബ്, എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള TPM ബഷീർ സാഹിബ്, അതുപോലെ യൂത്ത് ലീഗിൻ്റെ നേതാവ്, മുഖ്യ പ്രഭാഷണം നടത്തിയ അഫ്സൽ റഹ്മാൻ, വഹീദ രണ്ടത്താണി, ഇനിയുടെ സംസാരിക്കാൻ പോകുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സൗദി അറേബ്യയിലെ നമ്മുടെ നേതാവ് മുസ്തഫ വക്കാലൂർ, അയ്യപ്പൻ കോണാട്, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഫൈസൽ മാലിക്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് അനുസ്മരണങ്ങളുടെ ദിനമാണ്. പ്രത്യേകിച്ചും ജൂലൈ 30 ഏതൊരു ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും കാവലാൾക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, എന്നുമൊന്നും ഓർമ്മിക്കാവുന്ന ദിവസമാണ് ജൂലൈ 30. അറബി ഭാഷാ പഠനത്തിൻ്റെ ധീരരക്തസാക്ഷികളായിട്ടുള്ള മജീദ് കുഞ്ഞിപ്പ റഹ്മാൻ എന്നിവരെ ആദരിക്കുന്ന, ഓർമ്മിക്കുന്ന അവിസ്മരണീയ ദിനമാണ് ജൂലൈ 30. തന്നെയുമല്ല, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമുക്ക് ദുഃഖകരമായിട്ടുള്ള ധാരാളം അനുസ്മരണങ്ങളാണ് നമ്മുടെ മുമ്പാകെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള മുസ്ലിം ലീഗ് സ്ഥാപക നേതാവ് കൂടിയായിട്ടുള്ള B പോക്കർ സാഹിബിൻ്റെ അനുസ്മരണം കഴിഞ്ഞു. അതുപോലെ എൻ്റെ പഴയ എൻ്റെ പഴയ നേതാവും SNTU സംസ്ഥാന പ്രസിഡൻ്റായിരിക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച പ്രിയങ്കരനായ അത്യുത്തര കേരളത്തിൻ്റെ നേതാവ്, MLA, മന്ത്രി എല്ലാമായിരുന്ന ചെർക്കുളം. അതിനുമെല്ലാം ഉപരി ആധുനിക ഇന്ത്യയുടെ മുസ്ലിം ചരിത്രം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്ത, അതുപോലെ തന്നെ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വിഭാവനം ചെയ്ത അഭിമാനകരമായ അസ്തിത്വം എങ്ങനെ നിലനിർത്തണമെന്ന് ലഘുപുസ്തക രൂപത്തിൽ യുവജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ ചരിത്രകാരൻ MI തങ്ങൾ നമ്മോട് വിടവാങ്ങിയിട്ട് മണിക്കൂറുകളായിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എല്ലാമായ മുത്ത് ശിഹാബ് തങ്ങളുടെ അനുസ്മരണം വരാൻ പോകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് അനുസ്മരണങ്ങളുടെ ദിനരാത്രങ്ങളാണ് ഈ ഒരാഴ്ച. അതുകൂടാതെ ഉമർ വാഫിഖ് തങ്ങൾ മുതലായിട്ട് എല്ലാ നേതാക്കളുടെയും അനുസ്മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ അവസരത്തിലാണ് ജൂലൈ 30, 1980 ജൂലൈ 30 നടന്ന അറബി ഭാഷാ സമരവും അതോട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ ചുണക്കുട്ടികളായ ധീര രക്തസാക്ഷികളായ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്ന 3 സഹോദരന്മാർ ജീവത്യാഗം ചെയ്തുകൊണ്ട് ഈ പാർട്ടിക്കും നമ്മുടെ അറബി ഭാഷക്കും എല്ലാത്തിനും വേണ്ടി സ്വയം അർപ്പിതമായിട്ടുള്ള ആ ശ്രോതാക്കളെ, ആ ധീര രക്തസാക്ഷികളെ ഓർമ്മിക്കുന്ന അവിസ്മരണീയ മുഹൂർത്തം. ഞാനിവിടെ ആ കാര്യങ്ങളെക്കുറിച്ച് ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കേരളക്കരയിൽ തന്നെ അറിയപ്പെടുന്ന യുവ പ്രാസംഗികനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ അധ്യക്ഷൻ AK മുസ്തഫ സവിസ്തരം ആ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചു. അതുകൂടാതെ അഫ്സൽ റഹ്മാനും TPM ബഷീറുമെല്ലാം ആ കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാനിനി ഒരു ആവർത്തന വിരസതയിലേക്ക് കടക്കുന്നില്ല. എങ്കിൽ കൂടി ഈ സമരം കണ്ണിൽ നോക്കിക്കണ്ട, അതിൻ്റെ കൂടെ ഒഴുകിയ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, യൂത്ത് ലീഗിൻ്റെയും അന്നത്തെ MSFൻ്റെയും ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഈ സമരത്തിൽ അന്ന് മലപ്പുറത്ത് പങ്കെടുത്തില്ലെങ്കിലും അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ക്രൂരമായി നരനായാട്ട് നടത്തിയതിന് ശേഷം നമ്മുടെ ആളുകളുടെ പേരിൽ കള്ളക്കേസുകൾ ധാരാളം എടുത്തത് ഇവിടെ വിശദീകരിച്ചു. ആ സമയത്ത് ഈ ഒരു കേസിൽ പോലീസുകാരൻ കണ്ണനെ കൊന്നതിൽ ഒരു പ്രതിയാകേണ്ടി വന്ന ഒരു ചെറിയ അനുഭവം മാത്രം ഇവിടെ വിവരിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. 1980 ജൂലൈ 30
കേരളം അങ്ങോളം ഇങ്ങോളം എല്ലാ കലക്ടറുകൾക്ക് മുമ്പിലും അന്നത്തെ നമ്മുടെ യുവജനതയെ പിടിച്ചു കുലുക്കിയ അറബി ഭാഷാ സമരം നടന്നിരുന്നു. അന്ന് ജോലി ആവശ്യാർത്ഥം കോഴിക്കോട് താമസിച്ചിരുന്ന വിനീതനായിട്ടുള്ള എനിക്ക് അന്നത്തെ യൂത്ത് ലീഗിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് PKK ബാബ സാഹിബിൻ്റെ കൂടെ കോഴിക്കോട് കലക്ട്രേറ്റിലാണ് പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചത്. അവിടെയും ചില്ലറ അപസരങ്ങൾ നടന്നിരുന്നു, ലാത്തിച്ചാർജുകളും മറ്റുമുണ്ടായി. പക്ഷേ അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളോ മറ്റ് വാർത്താ മാധ്യമങ്ങളോ ഒന്നുമില്ലാതെ ഉച്ചയ്ക്ക് ശേഷമാണ്, ഉച്ചയോടുകൂടിയാണ് ഞങ്ങൾ ആ ദുരന്ത വാർത്ത അറിഞ്ഞത്. മലപ്പുറത്ത് വെടിവെപ്പ് നടന്നിരിക്കുന്നു, എന്തൊക്കെ സംഭവിച്ചൊന്നും അറിയാൻ കഴിയുന്നില്ല. കുറേ പേർ മരിച്ചിട്ടുണ്ട്, കുറേ പേർ ആശുപത്രിയിലാണ്. അങ്ങനെ എവിടെ നിന്ന് വിവരം കിട്ടുമെന്നുള്ള പ്രയാസത്തിൽ ഞങ്ങളെല്ലാവരും അന്ന് ചന്ദ്രയിൽ ഒത്തുകൂടിയ ആ ദുഃഖസാന്ദ്രമായ നിമിഷം ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. ഏതായാലും കോഴിക്കോട് ഇരിപ്പുറക്കാതെ ഞാൻ നാട്ടിലേക്ക് തിരിക്കുകയും അത് കഴിഞ്ഞ് ദിവസങ്ങളോളം നമ്മുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും കള്ളക്കേസ് എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പോലീസ് രാജ് നിലവിൽ വന്ന ഒരു സമയമായിരുന്നു. പക്ഷേ അന്നത്തെ നമ്മുടെ നേതാക്കളായിട്ടുള്ള KPM അജീസ് സാഹിബും ഇവിടെ സൂചിപ്പിച്ച പോലെ സൂപ്പി സാഹിബും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഹമീദ് മാഷും തുടങ്ങിയ ഇബ്രാഹിം മുഹമ്മദ്, പുത്തൂർ റഹ്മാൻ, എല്ലാ ആളുകളും ഒരുമിച്ചുകൊണ്ട് തന്നെ പ്രവർത്തകരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാനും ദിവസങ്ങളോളം അന്നത്തെ പഴയ നമ്മുടെ ലീഗ് ഓഫീസായിട്ടുള്ള കോട്ടപ്പടിയിലെ മുസ്ലിം ലീഗ് ഓഫീസിൽ തടിച്ചുകൂടിയിരുന്നു. അങ്ങനെ മൂന്നാം ദിവസമാണ് അറിഞ്ഞത് ഒരു കേസിൽ കോഴിക്കോട് കിടന്ന ഞാനും പ്രതിയാണ്. പോലീസുകാരൻ കണ്ണൻ അന്ന് മരണപ്പെട്ടിരുന്നു. കണ്ണൻ കൊലപാതക കേസിലെ മൂന്നാം പ്രതിയായിട്ട് എൻ്റെ പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ കേസുകളെ കുറിച്ചൊക്കെ അപഗ്രഥിക്കാനും പഠിക്കാനും അതിന് സഹായങ്ങൾ ചെയ്യുവാനും വേണ്ടി എല്ലാവരും എന്നും ലീഗ് ഓഫീസിൽ ഒത്തുകൂടെ പതിവായിരുന്നു. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഈ അറബി ഭാഷാ സമരത്തിൻ്റെ ശില്പി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട കുളത്തൂർ മുഹമ്മദ് മൗലവി സാഹിബിനെ ഈ അവസരത്തിൽ ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹമാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതാക്കളുടെ ഇടയിലും അതുപോലെ പ്രവർത്തകരുടെ ഇടയിലും ചുക്കാൻ പിടിച്ചുകൊണ്ടും ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് കുളത്തൂർ മൗലവി സാഹിബിൻ്റെ കൂടെ പ്രവർത്തകർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള കടലാസുകൾ പൂരിപ്പിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു. അങ്ങനെ പ്രതികളായി പേരുകൾ മുദ്രചേർത്തപ്പെട്ട എല്ലാവർക്കും ഈ ഫോമുകൾ പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ അവസാനം 4 ഫോം മാത്രം ബാക്കിയാവുകയും 6ഓളം പേർ ഞാനടക്കം ഫോം കിട്ടാതെ വരികയും ചെയ്തപ്പോൾ കൊളത്തൂർ മൗലവി സാഹിബ് എന്നോട് നിർദ്ദേശിച്ചു, നസീറെ, നമുക്ക് ജാമ്യമെടുത്തില്ലെങ്കിൽ തിരക്കിടില്ല, നമുക്ക് അറസ്റ്റ് വരിക്കാം, ഈ 4 ഫോം നമുക്ക് 4 പ്രവർത്തകർക്ക് കൊടുക്കാം എന്ന് പറയുകയും അങ്ങനെ എന്നാൽ അറസ്റ്റെങ്കിൽ അറസ്റ്റ് എന്നുള്ള നിലക്ക് ആ പ്രവർത്തകർക്ക് അത് എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് എന്തുകൊണ്ടോ കേസുകളും മറ്റും കൂടുതൽ മുന്നോട്ട് പോയപ്പോൾ ജാമ്യക്കടലാസ് എഴുതി കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ പേര് കേസിൽ കണ്ടില്ല. കൊളത്തൂർ മൗലവിയെയും ആ കേസിൽ കണ്ണൻ കൊലപാതക കേസിൽ പ്രതിയായി കണ്ടില്ല. അങ്ങനെ ഒരു സംഭവം ആണ് മലപ്പുറം വെടിവെപ്പിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഓർമ്മിക്കാനുള്ളത്. ഏതായാലും അന്ന് വളരെ വികാരപരമായിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ പോലെയൊന്നുമല്ല ഒരു കാലഘട്ടമായിരുന്നു. അതെല്ലാം നമ്മൾ പടച്ചവൻ്റെ തൗഫീഖോടുകൂടി നേതൃത്വത്തിൻ്റെ കഴിവോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി തരണം ചെയ്യുകയും ആ സമരം നമ്മൾ വിജയിക്കുകയും ചെയ്തു, അൽഹംദുലില്ലാഹ്. അതിനുശേഷമാണ് എൻ്റെ അഭിപ്രായത്തിൽ യൂത്ത് ലീഗും മുസ്ലിം ലീഗും എല്ലാം ഇത്ര ശക്തമായ രീതിയിൽ ഒരു സെറ്റപ്പോടുകൂടി ജനകീയ അടിത്തറയോടുകൂടി ഒരു പ്രസ്ഥാനമായി മാറിയത് എന്നുള്ളത് ആണ് എൻ്റെ ഒരു ചെറിയ ഒരു കാഴ്ചപ്പാട്. അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. ഏതായാലും അങ്ങനെയുള്ള സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്തായാലും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായി ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, അറബി ഭാഷയ്ക്ക് വേണ്ടി ജീവത്യാഗം സഹിച്ച മജീദ് കുഞ്ഞിപ്പറയന്മാരുടെയും അവരുടെ കുടുംബത്തെയും ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് അവരെയും പരലോകത്തിൽ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകണമേ എന്ന് മാത്രം 2 വാക്ക് സംസാരിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു
ചർച്ചയ്ക്ക് വേദിയൊരുക്കിയ KNCC ഗ്ലോബൽ കൂട്ടായ്മയുടെ നേതാക്കളെയും പ്രവർത്തകരെയും അതിൻ്റെ സംഘാടകരെയും ഒരിക്കൽ കൂടി ഹൃദയംഗമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുമാറാകണേ. മജീദ് കുഞ്ഞിപ്പ റഹ്മാന്മാരെ സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിക്കുവാൻ കഴിയുമാറാകണേ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും.